ചരിത്രമുറങ്ങുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് എടത്വ. നെൽകൃഷിക്ക് പേരുകെട്ട കുട്ടനാടിന്റെ സ്ഥിരാകേന്ദ്രമായും ആത്മീയ തീർത്ഥാടന കേന്ദ്രമായും അറിയപ്പെടുന്ന എടത്വയുടെ പ്രശസ്തിക്ക് കാരണം 1810 സെപ്റ്റംബർ 29 വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ സെന്റ് ജോർജ് ഫൊറോന പള്ളിയാണ്. പള്ളിയിലെ താളിയോലക്കെട്ടുകളും തലമുറകൾ വായ്മൊഴിയായി കൈമാറി വന്ന വിവരങ്ങളും വിശ്വാസ പാരമ്പര്യവും പള്ളിയുടെയും എടത്വായുടെയും ഭൂതകാലത്തേക്ക് നമ്മെ നയിക്കുന്നു. പമ്പാ നദിയുടെ തീരമായിരുന്നതുകൊണ്ട് തന്നെ ഗതാഗതം വെള്ളത്തിലൂടെയായിരുന്നു. വെള്ളത്താൽ ചുറ്റപ്പെട്ട എടത്വയിൽ ഇഴജന്തുക്കളുടെ ശല്യം കൂടുതലായിരുന്നിരിക്കണം. ഗീവർഗീസ് പുണ്യവാളന്റെ പള്ളി സ്ഥാപിക്കുവാനുള്ള കാരണമന്വേഷിച്ചാൽ ആദ്യം ലഭിക്കുന്ന കാരണം ഇതാണ്. പ്രദേശവാസികൾക്ക് പുണ്യവാളന്റെ സഹായം ഏറെ ലഭ്യമാകുകയും അത് പ്രസിദ്ധമാവുകയും ചെയ്തതോടെ ദൂരസ്ഥലത്തു നിന്നും തീർത്ഥാടകർ എത്തി തുടങ്ങി. ഇഴജന്തുക്കളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും മോചനം തേടി തെക്കൻ നാടുകളിൽ നിന്നും ധാരാളം ജനങ്ങൾ എടത്വയിലെത്തിയിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. എടത്വ പള്ളി സ്ഥാപിതമാകുന്നതിന് മുമ്പ് കുട്ടനാടൻ തുരുത്തുകളിൽ താമസിച്ചിരുന്ന ക്രൈസ്തവർ ആരാധന നടത്തിയിരുന്നത് വിശുദ്ധ തോമാസ് ലീഹ AD 54 സ്ഥാപിച്ച നിരണം വലിയ പള്ളിയിലായിരുന്നു. ചങ്ങങ്കരി, തെക്കേമുറി, എടത്വ, തലവടി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ വള്ളത്തിൽ തലവടിയിലെത്തി ഒരുമിച്ച് ചേർന്ന് ഒരു ദിവസം യാത്ര ചെയ്ത് നിരണത്തെത്തിയാണ് ആരാധനയിൽ പങ്കെടുത്തിരുന്നത്. ചമ്പക്കുളത്ത് കല്ലൂർക്കാട് കന്യകാമറിയത്തിന്റെ പേരിൽ മറ്റൊരു പള്ളി സ്ഥാപിച്ചതോടെ എടത്വ പ്രദേശത്തെ ആളുകൾ ചമ്പക്കുളത്ത് എത്തിത്തുടങ്ങി. കാലക്രമത്തിൽ കരപ്രദേശത്തിന്റെ വിസ്തൃതി ഏറിയതോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ശക്തമായി. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് എടത്വയിൽ ജനസംഖ്യ പെരുകി. ക്രിസ്തുവർഷം 1100 ആലപ്പുഴയിലും 1410 പ്രക്കാട്ടും 1557 പുളിങ്കുന്നിലും പുതിയ പള്ളികൾ സ്ഥാപിതമായി. അപ്പോഴും എടത്വയിലെ ജനങ്ങൾ ആരാധനയ്ക്കായി ചമ്പക്കുളം പള്ളിയെയാണ് ആശ്രയിച്ചിരുന്നത്. ചമ്പക്കുളത്തേക്കും നിരണത്തേക്കുമുള്ള യാത്ര വളരെ ക്ലേശകരമായിരുന്നതിനാൽ എടത്വയിലെ വിശ്വാസികൾ സ്വന്തമായൊരു ദേവാലയമെന്ന ആശയം മുന്നോട്ട് വെച്ചു. എടത്വ ഇടവകയിലെ ആദ്യ വൈദികനായിരുന്ന ചങ്ങങ്കരി വലിയ വീട്ടിൽ ഗീവർഗീസ് കത്തനാർ ഇതിന് വലിയ പ്രോത്സാഹനവും നൽകി. പാണ്ടങ്കരി, ഊരാമ്മേലിൽ കുര്യൻ തരകൻ, എടത്വ തെക്കേടത്ത് പോത്തൻ മാപ്പിള, വെട്ടുതോട്ടങ്കൽ തൊമ്മി മാപ്പിള, ചെക്കിടിക്കാട് മെതിക്കളത്തിൽ മാത്തൻ മാപ്പിള തുടങ്ങിയവരാണ് പള്ളി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സ്വന്തമായൊരു പള്ളി പണിയുന്നതിന് വിശ്വാസികൾ വരാപ്പുഴ അതിരൂപതയെ സമീപിക്കുകയും അന്ന് അതിരൂപത ഭരണാധികാരിയായിരുന്ന ഫാദർ റെയ്മണ്ട് പള്ളി പണിയുന്നതിന് കാനോനിക അനുമതി നൽകുകയും ചെയ്തതായി ചരിത്രം വ്യക്തമാക്കുന്നു. തുടർന്ന് 1810 സെപ്റ്റംബർ 29 പമ്പയാറിൻ വടക്കോട്ടൊഴുകിയിരുന്ന കൈവഴിയുടെ പടിഞ്ഞാറേ തീരത്ത് പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി. എടത്വയിലെ ചങ്ങങ്കരി വെള്ളാപ്പള്ളി എന്ന പ്രമുഖ നായർ തറവാട്ടിലെ കൊച്ചെറുക്ക പണിക്കർ സൗജന്യമായി സംഭാവന ചെയ്ത സ്ഥലത്താണ് ശിലാസ്ഥാപനം നടത്തിയതെന്നാണ് ചരിത്രം. അക്കാലത്ത് സുലഭമായിരുന്ന ചെറിയ ഓടാണ് മേയാൻ ഉപയോഗിച്ചത്. ചെറുതായിരുന്നുവെങ്കിലും തോറ, ഹൈക്കല, സങ്കീർത്തി, മുറിത്തട്ട് എന്നിവയടങ്ങിയതായിരുന്നു ആദ്യത്തെ പള്ളി. പള്ളി സ്ഥാപിച്ചെങ്കിലും പള്ളിയിൽ സ്ഥാപിക്കാൻ ഗീവർഗീസിന്റെ ഒരു രൂപം വിശ്വാസികൾ ലഭിച്ചില്ല. അതിനാൽ നടത്തിയ അന്വേഷണങ്ങളെ തുടർന്ന് പുരാതനമായ ഇടപ്പള്ളി സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധന്റെ ഒന്നിലധികം രൂപങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് ഇടവകയിലെ പുരോഹിതനായിരുന്ന വലിയ വീട്ടിൽ ഗീവർഗീസ് അച്ഛനും ഒരു സംഘം ആളുകളും വാരാപ്പുഴ രൂപത അധ്യക്ഷന്റെ അനുമതിയോടെ 2 കളിവള്ളങ്ങളിലായി ഇടപ്പള്ളിയിലേക്ക് പോവുകയും അവിടെ എത്തി വികാരി അച്ഛനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. എടത്വക്കാരുടെ ആവശ്യം ന്യായമായെന്ന് കണ്ട് പള്ളിയുടെ തട്ടിൻപുറത്ത് ഉപയോഗമില്ലാതെ കിടക്കുന്ന 2-3 രൂപങ്ങളിൽ ഏത് വേണമെങ്കിലും കൊണ്ടുപോയിക്കൊള്ളാൻ ഇടപ്പള്ളിയിലെ അച്ഛൻ അനുമതി നൽകി. ഇടത് കൈ അല്പം ഒടിഞ്ഞതും പൊടിയും മാറാലയും പിടിച്ചു കിടന്ന ഒരെണ്ണം പൊതു സ്വീകാര്യമാവുകയും ചെയ്തതിനെ തുടർന്ന് അതുമായി പുറത്തിറങ്ങിയ വിശ്വാസികൾ അത് തുടച്ചു വൃത്തിയാക്കി പള്ളിക്കിണറ്റിലെ വെള്ളത്തിൽ കഴുകി ശുദ്ധി വരുത്തി. അപ്പോൾ അതിന് കൂടുതൽ ആകർഷതയുണ്ടായി. അത് കണ്ട ഇടപ്പള്ളിക്കാരിൽ ചിലർ അത് കൊടുത്തു വിടേണ്ടതില്ലെന്ന് അഭിപ്രായപ്പെട്ടു. ഇടപ്പള്ളിക്കാരുടെ എതിർപ്പിനെ അവഗണിച്ച് എടത്വക്കാർ ആ രൂപവുമായി വള്ളക്കടവിലേക്ക് നീങ്ങി. ഈ സമയം ഇടപ്പള്ളിയിൽ അസാധാരണ സംഭവങ്ങളുടെ നീണ്ട പരമ്പര തുടങ്ങുകയായിരുന്നു. ദേവാലയമണികൾ മുഴങ്ങി. രൂപം കൊണ്ടുപോകുന്നതിനെതിരെ പ്രതിഷേധിച്ചവർ കൂട്ടമണിയടിച്ച ആളുകളെ കൂട്ടാൻ ശ്രമിച്ചതാണെന്നും അതല്ല പള്ളിയുടെ ഒരു ഭാഗത്ത് തീപിടിക്കുകയും ചെയ്തതായി തലമുറകൾ കൈമാറിയ ചരിത്രകഥകൾ പറയുന്നു. വിശുദ്ധന്റെ രൂപം കൈവിട്ടു പോകുന്നതിലുള്ള പ്രതിഷേധ സൂചനമായിരുന്നു ആ സംഭവമെന്ന് ഭയപ്പെട്ട് എടത്വക്കാർ പെട്ടെന്ന് രൂപവുമായി വള്ളക്കടവിലേക്ക് ഓടി. വേഗം എടത്വയ്ക്ക് തിരിച്ചു. അതേസമയം പള്ളിയുടെ നിർമ്മാണവും രൂപം പ്രതിഷ്ഠിക്കലിനെ സംബന്ധിക്കുന്ന താളിയോലകളൊന്നും ഇന്ന് ലഭ്യമല്ല. ഇടപ്പള്ളിക്കാർ രൂപം തിരിച്ചെടുക്കാൻ വരുമെന്ന് ഭയന്ന് വിശുദ്ധന്റെ രൂപം ഓലഷെഡ് മാത്രമായിരുന്ന പള്ളിയിൽ ഇറക്കാതെ നേരെ പാണ്ടങ്കരിയിലുള്ള ഊരാം വേലക്കാരുടെ നെല്ലറയിലാണ് സൂക്ഷിച്ചത്.
ഊരാമേലിൽ കുര്യൻ തരകൻ എന്നയാളാണ് ഈ പള്ളിയിൽ നിന്ന് രൂപം കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്തത്. 1920 ആറ്റുതീരത്ത് ചെറിയ പള്ളി പണിയുന്നതുവരെ ഞായറാഴ്ചകളിലും വിശുദ്ധന്റെ തിരുനാൾ ദിവസങ്ങളിലും മാത്രമേ തിരുസ്വരൂപം പള്ളിയിൽ കൊണ്ടുവന്നിരുന്നുള്ളൂ. പിന്നീട് 1839 നവംബർ മാസത്തിൽ വാരാപ്പുഴ സഹായമിത്രാനായിരുന്ന ലുദിവിക്കോസ് മാർട്ടിനിയാണ് ഇന്ന് കാണുന്ന ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. എടത്വ ഇടവകാംഗവും കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിപുണനുമായ ഉലക്കപ്പാടിൽ തോമസ് അച്ഛനാണ് പള്ളിപ്പണിക്ക് തുടക്കം കുറിച്ചത്. ശാസ്ത്ര അവബോധം തുച്ഛമായിരുന്ന കാലത്ത് പണിതിട്ടും പേരും പെരുമയും അവകാശപ്പെടുന്ന ആധുനിക വാസ്തുശില്പികൾക്ക് പോലും, എന്തിന് വാസ്തുശില്പ ശാസ്ത്രത്തിന് പോലും എടത്വപ്പള്ളി ഒരു അത്ഭുത പ്രതിഭാസമാണ്. യാതൊരു കോട്ടവുമില്ലാതെ ഈ പള്ളി ഇന്നും നിലനിൽക്കുന്നു. ഉറപ്പില്ലാത്ത അടിത്തറയിൽ തേക്കിൻ തടികൾ നെടുകയും കുറുകയും നിരത്തി ബലപ്പെടുത്തിയ ശേഷം അതിന്മേലാണ് പള്ളി പണിത് ഉയർത്തിയിരിക്കുന്നത്. കുളമാവിന്റെ തൊലി ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ വരാൽ പശയും കുമ്മായവും ചരലും കുഴിച്ച് നിർമ്മിച്ച് കൂട്ടുപയോഗിച്ചാണ് പള്ളിയുടെ ഭിത്തി നിർമ്മാണം നടത്തിയത്. പള്ളി മോടി പിടിപ്പിക്കാൻ ഉപയോഗിച്ച ചായങ്ങൾ ഇന്നും നിറമങ്ങാതെ നിൽക്കുന്നു. ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം 1888 പൊന്നൻ കുരിശ് പണിതു. 337 രൂപ തൂക്കത്തിൽ നിർമ്മിച്ച സ്വർണ്ണ കുരിശ് ശില്പവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. പുരാവസ്തു ഗണത്തിൽപ്പെടുന്ന ഈ കുരിശ് 4 പൂട്ട് എന്നറിയപ്പെടുന്ന പ്രത്യേക മുറിയിൽ വൻ സുരക്ഷയോടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കുരിശാണ് ഇന്നും പെരുന്നാൾ ദിനത്തിൽ പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്നത്. അശ്വാരൂഢനായ വിശുദ്ധന്റെ തിരുസ്വരൂപത്തോടടുത്ത് കാണുന്ന രാജകുമാരിയും സർപ്പവും തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള മോചനത്തിന്റെ അടയാളമായി വിശ്വാസികൾ കാണുന്നു. കയ്യിലൊന്നുമില്ലാതെ തീർത്ഥാടകരാരും വിശുദ്ധനെ ദർശിക്കാറില്ല. വിശുദ്ധന്റെ അടിമയായി തീർന്നാൽ രോഗങ്ങളിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും മോചനം നേടുമെന്നും ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ഗീവർഗീസ് പുണ്യവാളൻ തങ്ങളെ കാത്തുരക്ഷിക്കുമെന്നും വിശ്വാസികൾ കരുതുന്നു.